നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പരശുരാമ ജയന്തി, ബലരാമ ജയന്തി, അന്നപൂർണേശ്വരിയുടെ അവതാര ദിനം, കൃഷ്ണൻ കുചേലനെ സമ്പന്നനാക്കിയ ദിനം, ത്രേതായുഗത്തിന്റെ ആരംഭ ദിനം, ഗംഗ ഭൂമിയിലേക്ക് പതിച്ച ദിനം എന്നിങ്ങനെ വിവിധ കാരണങ്ങളാൽ ഈ ദിനത്തിന് വിശുദ്ധി കൽപ്പിക്കപ്പെടുന്നു. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന തൃതീയ ക്ഷയിക്കാത്ത പുണ്യം പകരാൻ കഴിവുള്ള ദിനമാണ് എന്നാണ് വിശ്വാസം. ഏതായാലും പുണ്യം പ്രദാനം ചെയ്യുന്ന ഈ ദിനം സത്പ്രവർത്തികൾക്കായി വിനിയോഗിക്കുക. സഹസ്രനാമങ്ങൾ ചൊല്ലുമ്പോൾ മുന്നിൽ പുസ്തകം തുറന്നു വെക്കുന്ന പതിവുണ്ട്. നിരന്തരം ചൊല്ലുന്നവർക്ക് ഒരു പക്ഷേ 1000 നാമങ്ങളും നോക്കാതെ തന്നെ ചൊല്ലാൻ സാധിക്കും. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ആലുവ എന്ന ദേശത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ആലുവ ശിവരാത്രി മണൽപ്പുറമാണ്. ഭക്തമനസ്സുകൾക്ക് അത്രമേൽ ഗൃഹാതുരവും ആത്മീയവുമായ മണ്ണാണ് ശിവരാത്രി മണൽപ്പുറവും ആലുവ പുഴയും ആലുവ ശ്രീ മഹാദേവ ക്ഷേത്രവുമൊക്കെ. ആലുവ മഹാദേവ ക്ഷേത്രത്തിന് അല്പം അകലെയായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം ആലുവ മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നത് തന്നെയാണ് കടുങ്ങല്ലൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം. തൂണിലും തുരുമ്പിലും നാരായണൻ, എന്റെ രാവിലും പകലിലും നാരായണൻ. ഏതൊരു വാളെന്റെ നേർക്കു വന്നാൽ എത്തും നാരസിംഹപ്രഭു നാരായണൻ. കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുമ്പോൾ ത്രേതായുഗത്തിലെ ശ്രീരാമാവതാര കാലഘട്ടത്തിലേക്കും ഒരു മനസ്സഞ്ചാരം നടത്തേണ്ടതുണ്ട്. വിശ്വലോകത്തിന് എക്കാലത്തെയും മാതൃകാ പുരുഷനായിരുന്നുവല്ലോ ശ്രീരാമ ഭഗവാൻ. പവിത്രമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറഞ്ഞ ത്രേതായുഗം ഭക്തിയിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായ രാജഭരണത്തിലൂടെ കോസല രാജ്യത്തിന്റെ മര്യാദാ പുരുഷോത്തമനായി യുഗയുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ശ്രീരാമാവതാരം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി സ്വന്തം ജീവിതം തന്നെ രാജ്യത്തിനും പ്രജാക്ഷേമത്തിനും സമർപ്പിച്ച് മോക്ഷദായകമായ രാമരാജ്യം സൃഷ്ടിക്കുകയായിരുന്നു. സഹനത്തിന്റെ സർവപ്രതീകമായി നിലകൊണ്ട സീതാദേവി രാജപത്നിയായപ്പോഴും രാമനാൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും ഉള്ളിൽ നിരന്തരം രാമ രാമ എന്ന നാമം ജപിച്ച് ഭഗവാനിൽ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് രാമായണത്തിൽ നാം കാണുന്നത്. ശ്രീരാമന്റെ എല്ലാമായ അനുജൻ ലക്ഷ്മണൻ, രാമപാദുകം വച്ച് രാജ്യം ഭരിച്ച ഭരതൻ, രാമന്റെ പരമഭക്തനായ ഹനുമാൻ, അങ്ങനെ നിരവധി സവിശേഷമായ വ്യക്തിത്വങ്ങളാൽ പ്രകാശം നിറഞ്ഞതായിരുന്നുവല്ലോ ഭഗവാന്റെ അവതാര ലീലകളിലൊന്നായ ത്രേതായുഗം. വന്നിടും ജഗത്രാണ പരമബന്ധു, വന്നിടും ജഗത്രാണ പരമബന്ധു. തൂണിലും തുരുമ്പിലും നാരായണൻ, എന്റെ രാവിലും പകലിലും. ത്രേതായുഗ കാലത്തോളം പഴക്കമുള്ള കടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കഥ രാമായണത്തിലെ ജടായുവെന്ന പക്ഷിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ലക്ഷ്മണരേഖ മറികടക്കുന്ന സീതയെയും അപഹരിച്ച്
യാത്രയ്ക്കൊരുങ്ങുന്ന രാവണന് മാർഗതടസ്സമായി നിൽക്കുന്ന ജടായു. സീതയെ രക്ഷിക്കുവാൻ രാവണനുമായി മൽപ്പിടുത്തത്തിലേർപ്പെടുന്ന ജടായുവിന്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തുന്നു. മരണാസന്നനായി കിടക്കുന്ന ജടായു രാമനെത്തുമ്പോൾ മരണപ്പെടുന്നു. ഭീമാകാരനായ ജടായു രാവണന്റെ വെട്ടേറ്റ് നിലം പതിച്ച പ്രദേശങ്ങൾ ആലുവ, മണപ്പുറം, കടുങ്ങല്ലൂർ, തിരുവാലൂർ എന്നീ സ്ഥലങ്ങളാണെന്ന് വിശ്വസിച്ചു പോരുന്നു. ജടായുവിന്റെ തലഭാഗം വീണ സ്ഥലം ആലുവ, മണപ്പുറവും, നടുഭാഗം വീണത് നടുങ്ങല്ലൂരും, വാലുഭാഗം വീണിടം തിരുവാലൂരുമാണെന്നാണ് പറയപ്പെടുന്നത്. നടുഭാഗം വീണ നടുങ്ങല്ലൂരാണ് പിൽക്കാലത്ത് കടുങ്ങല്ലൂരായി അറിയപ്പെട്ടത്. വിശേഷ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ ആലുവ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നു. തുടർന്ന് കടുങ്ങല്ലൂർ നരസിംഹസ്വാമിയെയും തിരുവാലൂർ മഹാദേവനെയും വണങ്ങി വീണ്ടും ആലുവ ക്ഷേത്രം തൊഴുതു നേടുന്നത് മോക്ഷദായകമായ പിതൃപുണ്യം തന്നെയാണ്. കാതോരം മണിവേണു മുഴക്കിടുന്നോൻ, കാതോരം മണിവേണു മുഴക്കിടുന്നോൻ. കടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ആദ്യകാലത്തെ പ്രതിഷ്ഠ വിഷ്ണുദേവനായിരുന്നു. വൈഷ്ണവ സങ്കല്പത്തിലുള്ള ക്ഷേത്രം പണ്ടേതോ കാലഘട്ടത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ തന്ത്രിയുടെ ഉപാസനാമൂർത്തിയായിരുന്നു നരസിംഹസ്വാമി. അങ്ങനെ തന്ത്രികൾ സ്വന്തം ഉപാസനാമൂർത്തിയെ വിഷ്ണു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ഇവിടം നരസിംഹ ചൈതന്യം വിളങ്ങുന്ന ക്ഷേത്രമാക്കുകയായിരുന്നു. അങ്ങനെയാണ് ശ്രീ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ടായതെന്നും പഴമക്കാർ പറയുന്നു. പ്രാചീന ക്ഷേത്രങ്ങളുടേതുപോലെ വലിയ ബലിക്കല്ലാണ് കടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേത്. ബലിക്കൽ പുര കഴിഞ്ഞ് നമസ്കാര മണ്ഡപം കഴിഞ്ഞാൽ വട്ടശ്രീ കോവിലിനുള്ളിൽ ഭഗവാനെ കണ്ടു തൊഴാം. സദാകേസരം സാധ്യ സൂര്യപ്രഭാവം ഘനം ഗർജനം അർദ്ധമർത്യസ്വരൂപം. ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ശ്രീകോവിലിനു ചുറ്റും മറ്റ് പ്രതിഷ്ഠകളോ ഉപദേവങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഉഗ്രമൂർത്തിയായ ഭഗവാൻ ഉപദേവങ്ങളൊന്നുമില്ലാതെ ഏകാധിപതിയായി വാണരുളുന്നു എന്നതാണ് സത്യം. ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉടനടി പരിഹാരമുണ്ടാകുന്നുവെന്നത് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ദർശനം തേടിയെത്താൻ കാരണമാകുന്നു. നാരായണൻ ഏതൊരു വാളന്റെ നേർക്കു വന്നാൽ എത്തും നാരസിംഹപ്രഭു നാരായണൻ, നാരസിംഹപ്രഭു നാരായണൻ. കഠിനമായ രോഗങ്ങളുള്ളവർ രോഗശാന്തിക്കായി ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലിയും നരസിംഹ പുഷ്പാഞ്ജലിയും നടത്തിവരുന്നു. ഭഗവാന്റെ കൃപയാൽ മഹാരോഗങ്ങളിൽ നിന്ന് മുക്തി നേടിയവർ തങ്ങളുടെ ശരീരവും മനസ്സും ജീവിതവും ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്നു. സന്ധ്യപോൽ ജീവിതം ചുകന്നു നിൽക്കേ മങ്ങുഴം കണ്ണാകെ. തിരുവിതാംകൂർ രാജാവായിരുന്ന വീരമാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് കൊച്ചി രാജ്യത്ത് സാമൂതിരി കൈയടക്കി വച്ചിരുന്ന പ്രദേശങ്ങൾ സ്വതന്ത്രമാക്കി കൊടുത്തതിന് കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ച അന്നത്തെ ആലങ്ങാട് എന്ന രാജ്യമായിരുന്നു ഒരിക്കൽ ഈ മഹാക്ഷേത്രം നിലനിന്നിരുന്നതെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം തകർക്കപ്പെട്ടു. ആ കാലത്ത് ഐക്കരനാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം അന്നത്തെ ഉടമസ്ഥർക്ക് നോക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കൊച്ചി രാജ്യത്തിൽപ്പെട്ട 4 നമ്പൂതിരി കുടുംബങ്ങളെ ക്ഷേത്ര നിക്ഷേപാധികാരം ഏൽപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ന് കാണുന്ന ക്ഷേത്ര നിർമ്മിതി ഉണ്ടാകുന്നത്. ഈ 4 കുടുംബങ്ങളാണ് ഊരാൺമ അവകാശികളായത്. മാവൽശ്ശേരി മന, മുല്ലപ്പള്ളി മന, ഏലപ്പള്ളി മന, മാവേലി മന,
എന്നീ കുടുംബങ്ങളാണ് ഊരാൺമാവകാശികൾ. നാരായണൻ ഏതൊരു വാളെന്റെ നേർക്കു വന്നാൽ എത്തും നാരസിംഹപ്രഭു നാരായണൻ. നാരസിംഹപ്രഭു നാരായണൻ. ഓരോ യുഗങ്ങളിലും ധർമ്മ പുനഃസ്ഥാപനത്തിനായി ഓരോ രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ അവതരിക്കുന്നത് പോലെ കാലാന്തരങ്ങളായി ഭൂമിയുടെയും ചരിത്രത്തിൻ്റെയും മാറ്റങ്ങൾ അറിഞ്ഞ് പല ഭാവങ്ങളിലൂടെ കടുങ്ങല്ലൂർ ദേശത്തിൻ്റെ നാഥനായി ശ്രീ നരസിംഹസ്വാമി ഇവിടെ കുടികൊള്ളുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഭൂമിയും വാനവും തൊടാതെ വന്നേ നോവിന്റെ കുടൽമാല മുറിച്ചിടുന്നോ. രാവില്ല പകലില്ലാതുഴറിടുമ്പോൾ എല്ലാ വർഷവും മകരവിളക്കിന് ക്ഷേത്രത്തിൽ വിളക്കുത്സവം കൊണ്ടാടുന്നു. ക്ഷേത്രാങ്കണം 1000 വിളക്കുകളുടെ ശോഭയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കടുങ്ങല്ലൂർ ദേശത്ത് മകരജ്യോതി ഉയരുന്നു. മുറിച്ചിടുന്നോ രാവില്ല പകലില്ലാതുഴറിടുമ്പോൾ മൂവന്തിയഴലിനെ തുടച്ചിടുന്നോ. നാവാൽ ഞാൻ ജപിക്കുമ്പോൾ അടുക്കലെത്തി കാതോരം മണി വേണു മുഴക്കിടുന്നോൻ. ആലുവ പുഴയുടെ തീരങ്ങളിൽ രാമമന്ത്രങ്ങൾ നിറയുമ്പോൾ കടുങ്ങല്ലൂർ ക്ഷേത്രാന്തരീക്ഷം സന്ധ്യാനാമങ്ങളാൽ ഭക്തിസാന്ദ്രമായി. നാരായണൻ വാനവും തൊടാതെ വന്നേ നോവിന്റെ കുടൽമാല മുറിച്ചിടും. ശ്രീകോവിലിനുള്ളിലെ നരസിംഹ ചൈതന്യം ഹിരണ്യനെ വധിച്ച് വിഷ്ണു ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനുള്ള അവതാരമായിരുന്നു. ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും നിറയുന്നു. ഇതിലൂടെ യഥാർത്ഥ ഭക്തന്റെ മുന്നിൽ ഭഗവാൻ ഏത് രൂപത്തിലും അവതരിക്കുന്നുവെന്ന സന്ദേശം കൂടിയാണ് നരസിംഹാവതാരം ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്. മൂവന്തിയഴലിനെ തുടച്ചിടുന്നോൻ നാവാൽ ഞാൻ ജപിക്കുമ്പോൾ അടുക്കലെത്തി കാതോരം മണി വേണു മുഴക്കിടുന്നോൻ. കാതോരം മണി വേണു മുഴക്കിടുന്നോൻ. തൂണിലും തുരുമ്പിലും നാരായണൻ എന്റെ രാവിലും പകലിലും നാരായണൻ. ഏതൊരു വാളെന്റെ നേർക്കു വന്നാലെത്തും നാരസിംഹപ്രഭു നാരായണൻ. നാരസിംഹപ്രഭു നാരായണൻ. ക്ഷമ മനസ്സിനെ ശുദ്ധമാക്കുന്നു. അതിനാൽ ക്ഷമയും ഭക്തിയും ശീലമാക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.